ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജൂൺ മാസ ഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് താമസിക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക കേട്ടോ. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇടവക്കൂറ് അഥവാ ഇടവരാശി, കാർത്തിക മുക്കാൽ രോഹിണി മകേരം വരെ അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവക്കൂറ് അല്ല ഇടവരാശി എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് ഒരു ഗ്രഹനില നോക്കുകയാണെങ്കിൽ പൊതുവെ വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് അങ്ങനെ ബാധിക്കുന്നില്ല. ഇവരുടെ കുജൻ എന്ന് പറയുന്ന ഇവർക്ക് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർക്ക് പറയുമെങ്കിൽ വിപരീത രാജയോഗമൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് ഇവർക്ക് ഇടവക്കൂറുകാർക്ക് അല്ലെങ്കിൽ ഇടവരാശിക്കാർക്ക്. ഇവർക്ക് പിന്നെ നമുക്ക് പറയാം മാളവിക യോഗം പറയാവുന്ന സമയമാണ്, രാജയോഗം പറയാവുന്ന സമയമാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരും. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവർക്ക് കേതു എന്ന് പറയുന്നത് 5-ലാണ് നിൽക്കുന്നത്. അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായ സ്ഥിതി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് വലിയ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വരികയില്ല. അപ്പൊ അതങ്ങനെ ചിന്തിക്കേണ്ട. അപ്പൊ തൊഴിൽ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കുകയും ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലൊക്കെ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയം തന്നെയാണ്. സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. ഇപ്പൊ 2024 ജൂൺ മാസം എന്ന് പറയുന്ന ഇടവരാശിയെ സംബന്ധിച്ചോളം നമുക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ നമ്മളെ സന്തോഷ നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും. അതേപോലെ തന്നെ നമ്മൾ ഒരു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ ഇപ്പം നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ജീവിതം മാറാൻ നമുക്ക് സഹായിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പം വർക്ക് ചെയ്താൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം? നമ്മൾ ആഗ്രഹിക്കുന്ന ലെവൽ എന്താണോ അതിലോട്ട് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, നമ്മുടെ ജീവിത രീതിയിലായാലും നമ്മുടെ ഓരോ തൊഴിലൊക്കെ ആയാലും എല്ലാത്തിനും തന്നെ നമുക്ക് ഈ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് അനുകൂലമാണ്. തൊഴിൽ മാറ്റം അത് അനുകൂലമായ സ്ഥിതിയിൽ തന്നെ നമുക്ക് മാറാൻ സാധിക്കും. ബട്ട് എന്ത് ചെയ്യാൻ? എല്ലാത്തിനും നമ്മൾ ആക്ഷൻ എടുക്കണം. നമുക്ക് അനുകൂലമായ ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു റോഡ് ബ്ലോക്കായി കിടക്കുവാണ്, ഒരു കാറ്റടിച്ച് മരം ചാടി റോഡ് ബ്ലോക്ക് ആണെങ്കിൽ അവിടെ നിന്ന് പോയാൽ അവിടെ നിൽക്കേ പറ്റുള്ളൂ. ആരെങ്കിലും വന്നാൽ ആ തടസ്സം മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യാം? മറികടന്ന് പോകാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു മരം ചാടി എന്ത് ചെയ്യാ? ആ മരത്തെ മുറിച്ചു മാറ്റി അവിടെ നിന്ന് മാറിപ്പോവുക. അതെന്താണ്? നമുക്കും ഉപകാരമാണ്, നമ്മുടെ പിന്നിൽ വരുന്നവർക്കും നമുക്ക് അനുകൂലമായ സാഹചര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യത്തെ കീഴടക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ അല്ലെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അതിൻ്റെ ആയ ബെനിഫിറ്റ് കിട്ടും, ഇല്ലേ? നിങ്ങൾ അവിടെ നിന്ന് പോയി സ്റ്റക്കായി പോയി, അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കൂടെ വന്നവർക്കും അവിടെ നിന്ന് പോയി, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തവരും നിങ്ങൾ അവിടെ നിന്ന് പോയി, നിങ്ങളുടെ പുറകിൽ വരുന്നവരും എന്ത് ചെയ്യുക? അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ മുമ്പോട്ട് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അവരെയും മറികടക്കാൻ സാധിക്കുകയും നിങ്ങളുടെ കൂടെ വരുന്നവരെയും നിങ്ങളുടെ പുറകിൽ വരുന്നവരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മറികടത്താൻ സഹായിക്കാൻ പറ്റും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം ജൂൺ മാസത്തിൽ നിങ്ങൾ ഇടവരാശിക്കാരായ ഇടവക്കൂറുകാരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ബിസിനസ് സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബിസിനസ് കൊണ്ടുപോകാൻ നടക്കാൻ സാധിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് സന്തോഷം, വലിയ തലത്തിൽ ഗുണങ്ങളൊന്നും പ്രദാനം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് മനസ്സിന് സുഖം, ഒരു സമാധാനം ഒക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. തൊഴിലിലൊക്കെ ആണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയം അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒക്കെ ഒരുങ്ങി വരാൻ സമയമുള്ള ടൈം തന്നെയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളോ അല്ലെങ്കിൽ അത്ര തലത്തിൽ പറയുന്ന വിധത്തിൽ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് വിദ്യാസംബന്ധമായിട്ട് നോക്കുക അനുകൂലമായ സമയമാണ്. ബുധൻ, ശുക്രൻ, ആദിത്യൻ, വ്യാഴം ഇവരൊക്കെ അനുകൂലമായി തന്നെയാണ് നിൽക്കുക. ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും
വിദേശത്ത് പോയി പഠിക്കാൻ വല്ല യോഗം, നമുക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വല്ല യോഗം നമുക്ക് പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. അനുകൂലമായ സമയം തന്നെയാണ്. കുജൻ 12-ലും ശനി 10-ലാണ് നിൽക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. യൂണിവേഴ്സിറ്റി മാറണമെങ്കിൽ അത് മാറാൻ പറ്റും. സ്ഥലം മാറണമെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് പോകണം, അതിനൊക്കെ യോഗമുള്ള സമയമാണ്. അപ്പൊ അതൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. ഇനി കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ തവണത്തെ അല്ലെങ്കിൽ ഒരു വലിയ തരത്തിൽ കുടുംബത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഗ്രഹങ്ങളും നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. പിന്നെ കുജൻ 12 നിൽക്കുന്ന അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ദേഷ്യം അമിതമായി വരിക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരാം. അമിതമായ ഭാര്യ ഭർത്തൃ സംസാരങ്ങളൊക്കെ, അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവാതെ അതൊന്ന് ശ്രദ്ധിക്കുക. അമിതമായൊരു ദേഷ്യം, കോപമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ജൂൺ മാസത്തില്. ചില ആൾക്കാർ വിചാരിക്കും ഇത് എവിടെ നിന്നായി, ഞാൻ തന്നെയാണ് ഈ ദേഷ്യപ്പെട്ടത് എന്നുവരെ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരും. പക്ഷെ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടദേവതയുടെ, നമ്മുടെ ആരാധനാമൂർത്തിയുടെ രൂപം മനസ്സിൽ കാണുകയോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മന്ത്രം എന്താണോ അത് ചെല്ലുകയോ, അല്ലെങ്കിൽ കീർത്തനം വല്ല ഇഷ്ടമാണോ കീർത്തനം ചെല്ലുകയോ, അല്ലെങ്കിൽ ശ്ലോകങ്ങൾ ജപിക്കുക, നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് അനുകൂലമായി തോന്നുന്നത് എന്താണോ അത് ചെയ്യാം. നിങ്ങളിപ്പോ ഒരു യാത്രയിലാണ്, ഇപ്പൊ നിങ്ങൾ അടുത്തുണ്ടെന്ന് നിങ്ങൾ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പം പള്ളിയിൽ പോകുന്നവരാണ്, പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിന് സന്തോഷം തരുന്നത് ആ ദേഷ്യത്തേക്ക് ഇങ്ങനെ പയ്യെ 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 എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക. നമ്മൾ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, ദേഷ്യം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പ്രധാനമായിട്ട് മനസ്സിലാവുക. ദേഷ്യം കൊണ്ട് നമ്മൾ എടുത്ത ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനപ്പെട്ട് നിന്ന് എത്ര നോക്കിയാലും അത് തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ അതൊന്നും മറക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ദേഷ്യത്തെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അത് ഓർമ്മ വിളിക്കുക. ഓക്കെ, എല്ലാം ചിന്തിച്ച് മാത്രം മുമ്പോട്ട് പോവുക. വലിയ തരത്തിൽ പ്രശ്നങ്ങളുള്ള കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന അങ്ങനത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഗ്രഹങ്ങളും നിങ്ങളെ ഈ ഒരു മാസം ശല്യപ്പെടുത്തുകയില്ല. ഈ ദേഷ്യത്തിന്റെ കാര്യം നോക്കുക. പ്രണയങ്ങൾ തമ്മിൽ ഇപ്പൊ ഈ ഒരു മാസം അധികം കൂടി കാണാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ മതി. അധികമായി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം, വാക്ക് തർക്കം വരാം. ഞാൻ പറഞ്ഞു ദേഷ്യം കൂടുതലായിരിക്കുമെന്ന്. സോ അതിൻ്റെതായ ചെറിയ ചെറിയ സൈഡ് എഫക്റ്റ് ഒക്കെ എന്ത് ചെയ്യും, സംഭവിക്കും. ഓക്കെ, കലിപ്പിന്റെ കാന്താരി ആ ടൈപ്പ് അല്ലാതെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ സ്മൂത്ത് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാ, ഇപ്പൊ ആ പോണ രീതി തന്നെ പോട്ടെ. നീ ജൂൺ മാസത്തിൽ അധികമായി നീ കാണണ്ട, അയ്യോ ജ്യോതിഷം പറഞ്ഞു കാണണ്ട, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കാണണ്ട, അല്ലെങ്കിൽ വേറെ ആള് പറഞ്ഞു കാണണ്ട എന്ന് പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കൊന്നും വേണ്ട. ബട്ട് അതെന്ത് ചെയ്യുക, കാണാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അമിതമായി ദേഷ്യപ്പെടാതിരിക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ കേട്ടാലും കേൾക്കാത്ത മട്ടം വിട്ട് കളയുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ അവിടെ പോയി സംസാരിക്കാതെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് വീട്ടിൽ പോയി ഇപ്പം അവതരിപ്പിക്കാം. പ്രണയത്തിലാണ് നിങ്ങൾക്ക് ഇത് വീട്ടിൽ അവതരിപ്പിക്കണമെന്നുണ്ട്. വീട്ടിൽ അവതരിപ്പിച്ച എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾ ഈ ഒരു ജൂൺ മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ജൂൺ മാസം നിങ്ങൾ പോയി വീട്ടിൽ പോയി പറയുമ്പോൾ ചിലപ്പോൾ അത് അവരെത്ര സമ്മതിച്ചെന്ന് വരില്ല, കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. നിങ്ങളുടെ പാർട്ണറിന്റെയും കൂടി പ്രൊഡിക്ഷൻ എടുത്തൊന്ന് കേട്ടു നോക്കാം. അവർക്ക് അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയെങ്കിലും ഒരു ഇതുണ്ടല്ലോ, അപ്പൊ ഒരു മീഡിയത്തിലാണല്ലോ നിൽക്കണേ, അങ്ങനെയെങ്കിലും നോക്കാം. സോ നിങ്ങളുടെ മാത്രം വെച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ പോയി പറയുന്നത് ചിലപ്പോൾ അത് വിവാഹത്തിലേക്ക് കൺവേർട്ട് ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മുടെ ജാതകം ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസങ്ങൾ വരും. എന്നിരിക്കലും ഇതൊരു പൊതുഫലമാണെങ്കിൽ പോലും നമ്മളൊരു 40 to 50 അല്ലെങ്കിൽ 60% നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയുന്നുള്ളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ പാർട്ണറിനെയും കൂടി പ്രൊഡിക്ഷൻ കേട്ട ശേഷം മാത്രം മുമ്പോട്ട് പോവുക, പ്രൊസീജ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചെറിയ ചെറിയ തരത്തിലുള്ള അസ്വസ്ഥത ആളുകൾക്കുണ്ടാകുക, തലവേദന ഒക്കെ വരിക, ഡൈജഷൻ പ്രോബ്ലം വരിക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ട് തന്നെ പോകാൻ പറ്റും. ചിലവൊക്കെ ചെയ്യാൻ നല്ല സമയമാണ് കേട്ടോ. നല്ല രീതിയിൽ ചിലവൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ വാഹനം വാങ്ങാനൊക്കെ പറ്റും. നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്, പല നാളായിട്ട് നിങ്ങളത് വിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്, പക്ഷെ നടന്നിട്ടില്ല. ബട്ട് ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ, ജൂൺ മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ഓക്കെ, അതിന് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമൊക്കെ വരികയാണ്.
സോ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിൽക്കാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് കേട്ടോ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് പൊതുവെ ഇടവരാശി ഇടവക്കൂറുകാരുടെ ഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രം താഴെ കമന്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേടണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യം കൂടി കമന്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ, ക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇടവരാശിക്കാരെ ഇടവക്കൂറുകാരെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങളെ വരെ ആയപ്പോൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.